നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Consider the statement regarding the second 5-year plan in India. First question is regarding the second 5-year plan. നമുക്ക് നോക്കാം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. The second plan urged the government to develop basic heavy industries to strengthen the foundation of economic independence. നമ്മൾ കണ്ടതാണ് സെക്കൻഡ് പ്ലാനിൽ there was a focus on establishing heavy industries, that too with the government initiative. So first statement എന്താ ശരിയാണ്. Then second statement, the plan was a complete failure in reaching the targets due to unforeseen events like Chinese aggression and Indo-Pak war. ശരിയാണോ? നമ്മൾ കണ്ടതാണ് സെക്കൻഡ് പ്ലാൻ പീരീഡ് അല്ല ഈ വാർ നടക്കുന്നത്. ഇറ്റ് വാസ് ഡ്യൂറിംഗ് ദ തേർഡ് പ്ലാൻ ആണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ് ബിക്കോസ് ദ സെക്കൻഡ് പ്ലാൻ ഓൾമോസ്റ്റ് സക്സസ് പ്ലാൻ ആണ് കമ്പയർ ടു ദ തേർഡ് പ്ലാൻ. തേർഡ് പ്ലാൻ ആണ് നമ്മൾ പറയുന്നത് സമ്പൂർണ്ണ പരാജയമായ പ്ലാൻ എന്ന് പറയുന്നത് തേർഡ് പ്ലാൻ ആണ്. ആൻഡ് അതിന് കാരണമാണ് ഈ പറഞ്ഞ ഇൻഡോ പാക് വാർ ഇൻ 1965, ഇൻഡോ ചൈന വാർ 1962. So if you are aware about the year of this war and aggression, then you can clearly strike out the second statement. So answer one only. Next question. Consider the statement regarding import substitution policy in India. Import substitution refers to a policy substituting or replacing imports with domestic production. So, നമ്മുടെ ഇമ്പോർട്ട് ചെയ്ത ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ എന്ത് ചെയ്യുക, പ്രൊഡ്യൂസ് ചെയ്യുക, ഡൊമസ്റ്റിക്കലി എന്ത് ചെയ്യുക, പ്രൊഡ്യൂസ് ചെയ്യുക, അതുവഴി ഇമ്പോർട്ട് റെഡ്യൂസ് ചെയ്യുക, അതുപോലെ ഇന്ത്യയുടെ ഫോറിൻ കറൻസി ഏർണിങ്സ് പ്രിസർവ് ചെയ്യുക, അതൊക്കെയാണ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എയിം ചെയ്യുന്നത്. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് റിഗാർഡിംഗ് the definition of import substitution, which is correct. Substituting import by domestic production. First statement ശരിയാണ്. Then second, India started the import substitution policy after the new economic policy in 1991. Is that correct? New economic policy of 1991 ശേഷമാണ് import substitution അഡോപ്റ്റ് ചെയ്തത് അല്ല. It was during the third plan itself. നമ്മുടെ തേർഡ് പ്ലാൻ പീരീഡിൽ തന്നെ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന നയം വ്യവസായവൽക്കരണം പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഗവൺമെന്റ് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓൾസോ റോങ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ആൻസർ ഈസ് വൺ ഓൺലി. നെക്സ്റ്റ്, കൺസിഡർ ദി സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് 8th 5-year പ്ലാൻ ആണ്. സോ 8th 5-year പ്ലാൻ ടൈം പീരീഡ് 1992 to 97 ആണ്. So first statement, the plan started its implementation after the Narasimha Rao government launched the new economic policy in India. So ഇന്ത്യയിലെ പുത്തൻ സാമ്പത്തിക നയം വരുന്നത് 1991 ശേഷമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്ലാന്റെ പ്രത്യേകത, this was the plan which was launched after the new economic policy. 1991 ശേഷമാണ് ഈ പ്ലാൻ ലോഞ്ച് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. Then second, during this 5-year plan, India conducted its second nuclear test. So second nuclear test നടക്കുന്നത് ഏത് പ്ലാൻ പീരീഡ് ആണ്? It was not during the 8th plan, it was during the 9th plan ആണ്. സോ ഓരോ പ്ലാനിലെയും ഇമ്പോർട്ടന്റ് ഇവന്റ്സ്, അതിന്റെ യുണീക് ഒബ്ജക്റ്റീവ്സ്, അതിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്, ടൈം പീരീഡ് എന്തൊക്കെയാണ്, അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സോ ഇവിടെ ചോദ്യം പക്ഷെ പറയട്ടെ, വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് ഗിവൺ എബോവ് ഈസ് നോട്ട് കറക്റ്റ് എന്നാണ്. ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിൽ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദ്യം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാ, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റ്. സോ ആൻസർ എന്താണ്? 2 ഓൺലി. സോ നമ്മുടെ PSC ചോദിക്കാറുണ്ട്, ഇപ്പം അടുത്തിടെ നടന്ന ഡിഗ്രി ലെവൽ എക്സാമുകളിലൊക്കെ ഇഫ് യു ആർ ഒബ്സർവിംഗ് ദി ക്വസ്റ്റ്യൻ, ഇതുപോലെ ഒരു ട്രിക്ക് വരാറുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് എന്നും നോട്ട് കറക്റ്റ് എന്നും കാണിക്കും. പെട്ടെന്ന് എന്താ നോക്കുമ്പം കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അവിടെ കാണും, നോട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കാണും, ഈ പറഞ്ഞ ആൻസർ കീയിൽ കാണും. നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് ചാടിക്കയറി മാർക്ക് ചെയ്യും. പിന്നെ നോക്കുമ്പോഴാണ് എന്ത് നോട്ട് കറക്റ്റ് എന്ന് ചോദിച്ചേക്കുന്നത്. സോ അതുകൊണ്ട് ബി വിജിലന്റ് വൈൽ റൈറ്റിംഗ് ദ എക്സാം. സോ ഇതിന് ആൻസർ ബി. Then next question, which of the following pairs are incorrectly matched? ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇൻകറക്ട്ലി മാച്ച്ഡ് ആണ്. സോ ബോംബെ പ്ലാൻ ആർദശ്രീ ദലാൽ, പീപ്പിൾസ് പ്ലാൻ ജയപ്രകാശ് നാരായൺ, ഗാന്ധിയൻ പ്ലാൻ മഹാത്മാഗാന്ധി, സർവോദയ പ്ലാൻ MN റോയ്. സോ ഓരോ പ്ലാനിന്റെയും അതിന്റെ മേജർ ആയിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡർ ആരാണ്, അല്ലെങ്കിൽ ആ പ്ലാൻ അനൗൺസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ പ്ലാൻ
ഇനിഷ്യേറ്റ് ചെയ്യുന്ന ആരാണെന്നാണ് ഈ ഒരു പേര് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. സോ ബോംബെ പ്ലാൻ എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടതാണ്, ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ ദ ഇൻഡസ്ട്രിയലിസ്റ്റ് ബേസ്ഡ് ഇൻ ബോംബെ. ബോംബെ ബേസ്ഡ് ആയിട്ടുള്ള വ്യവസായികൾ 8 ഇൻഡസ്ട്രിയലിസ്റ്റ് പ്രപ്പോസ് ചെയ്ത ഒരു പ്ലാൻ ആയിരുന്നു ബോംബെ പ്ലാൻ. എ ബ്രീഫ് മെമ്മറാണ്ടം ഔട്ട്ലൈനിങ് എക്കണോമിക് ഡെവലപ്മെന്റ് ഫോർ ഇന്ത്യ എന്നാണ് അതിന്റെ പറയുന്നത്. സോ ഈ പറഞ്ഞ ബോംബെ പ്ലാന്റെ ലീഡർ ആരായിരുന്നു? ആദർശ് ദലാലാണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സെക്കൻഡ്, പീപ്പിൾസ് പ്ലാൻ വാസ് നോട്ട് ദ പ്രപ്പോസൽ മെയ്ഡ് ബൈ ജെ പി. ജെ പിയുടെ അല്ല, ആരുടെ ആയിരുന്നു? എം എൻ റോയ് ആണ്, മാനവേന്ദ്രനാഥ് റോയുടെയാണ് ഈ പറഞ്ഞ പീപ്പിൾസ് പ്ലാൻ. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റ്. ഗാന്ധിയൻ പ്ലാൻ വാസ് നോട്ട് ബൈ മഹാത്മാഗാന്ധി, ഇറ്റ് വാസ് ബൈ ശ്രീമൻ നാരായണ അഗർവാൾ. ശ്രീമൻ നാരായണ അഗർവാൾ ആണ് ഗാന്ധിയൻ പ്ലാൻ വരുന്നത്. ദെൻ സർവോദയ പ്ലാനോ? അതാണ് ജെ പി, ജയപ്രകാശ് നാരായൺ. സോ ഹിയർ യു ക്യാൻ സി സ്റ്റേറ്റ്മെന്റ് 2, 3 and 4 ഈ 3 പേരും തെറ്റാണ്. സോ ചോദ്യം എന്താണ്? ഇൻകറക്ട്ലി മാച്ച്ഡ് ആണ്. സോ 2, 3, 4 ആർ ഇൻകറക്ട്ലി മാച്ച്ഡ് എന്ന് കാണാൻ കഴിയും. So B. Then consider the statement regarding Indian economic history. The first statement, British government converted India into an industrial hub, supplying finished goods exclusively to the markets of Britain. ശരിയാണോ? ഇന്ത്യനെ ഒരു വ്യവസായിക ഹബ്ബായിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് കൺവേർട്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. ബ്രിട്ടീഷ് ഗവൺമെന്റ് ഡിഡ് നോട്ട്, they are not interested, they were not interested to convert India into an industrial hub. ഇന്ത്യയിലെ ഒരു വ്യവസായവൽക്കരണം വരാനോ അല്ല ഇന്ത്യ ഒരു വ്യവസായ ഹബ്ബായി മാറാനോ ബ്രിട്ടീഷ് ഗവൺമെന്റ് താല്പര്യം പ്രകടിപ്പിച്ചില്ല. എന്താ കാരണം? ഇൻ കേസ് അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ there will be competition. There will be competition for raw materials. അത് പാടില്ല. അവർക്ക് തന്നെ എല്ലാം വേണം, വേറെ ആരും കോമ്പീറ്റ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് took not much initiative for promoting industrialization in India. So first statement is absolutely wrong. Second, the opening of Suez Canal had helped the British companies to access Indian markets easier and cut down the transportation cost. ശരിയാണ്, പക്ഷെ കുഴപ്പം പറയട്ടെ, ഇവിടെ സൂയസ് കനാലിന്റെ ഇയർ പറഞ്ഞിട്ടുണ്ട് 1939 എന്നാ പറഞ്ഞത്. അല്ല, ഇറ്റ് വാസ് ഡ്യൂറിങ് 1869 ആണ്. സോ നമ്മൾ നോക്കുമ്പോൾ എന്താ, സൂയസ് കനാൽ ഓപ്പണിങ് നമ്മുടെ ബ്രിട്ടീഷ് ഗവൺമെന്റിനെ ഇന്ത്യൻ മാർക്കറ്റ് ആക്സസ് ചെയ്യാൻ സഹായിച്ചു, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറയ്ക്കാൻ സഹായിച്ചു. ശരി തന്നെ. The part 2 is correct. But when you are looking into the year ചെക്ക് ചെയ്യുമ്പോൾ എന്താണ്, 1939 അല്ല 1869 ആണ് എന്ത് സൂയസ് കനാലിന്റെ ഓപ്പണിംഗ്. സോ നെയ്തർ 1 nor 2, രണ്ട് സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. Then sixth question, which of the following statements regarding the Indian economy post liberalization is or are correct? So Indian economy പോസ്റ്റ് ലിബറലൈസേഷൻ അതിനെ പറ്റിയാണ് ചോദ്യം. അതായത് 1991 ശേഷമുള്ള എക്കണോമിയുടെ അവസ്ഥ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, the 1991 reforms has caused a huge increase in public investment in agriculture sector. വ്യവസായ മേഖലയിൽ വലിയൊരു പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായി, ഹ്യൂജ് ഇൻക്രീസ് എന്നാ പറഞ്ഞത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. Then second statement, industry sector growth has slowed down due to availability of cheaper import and lower investment after 1991 reforms. So ഇവിടെ നോക്കുമ്പോൾ നമ്മൾ കണ്ടതാണ്, നമ്മൾ പ്ലാനിങ് എടുത്തു, അതുപോലെ എക്സ്റ്റേണൽ സെക്ടർ എടുത്തു. ഇതെല്ലാം എടുത്ത സമയത്ത് we have seen the importance of the year 1991. 1991 എന്ന ഇയറിന്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്കറിയാം. ഇപ്പൊ നാഷണൽ അക്കൗണ്ടിങ് പഠിച്ചപ്പോഴായാലും അവിടെ എല്ലാം ഈ പറഞ്ഞ ഇയർ ഞാൻ മെൻഷൻ ചെയ്തു. അതിന് കാരണം ഇന്ത്യൻ എക്കണോമിക് ഹിസ്റ്ററിനെ നമുക്ക് പ്രീ 1991 പോസ്റ്റ് 1991 എന്ന് എഴുതി തിരിക്കാൻ പറ്റും. അതിന് കാരണം എന്താ? വാട്ട് ഈസ് ദ റീസൺ ഫോർ ദാറ്റ്? ബിക്കോസ് പ്രയർ ടു 1991 ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സെക്ടറൽ സ്ട്രക്ചർ, സെക്ടറിന്റെ സ്ട്രക്ചർ, അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് സ്ട്രക്ചർ, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രക്ചർ എല്ലാം എന്തായിരുന്നു? വ്യത്യാസമാണ് കമ്പയർ ടു പോസ്റ്റ് 1991 പീരീഡ്. അതുപോലെ വ്യവസായ മേഖലയിലെ നയങ്ങളായാലും പ്രീ 1991 പീരീഡിൽ you can see there were strict licensing policies. എന്നാൽ അതിനുശേഷം എന്താ, അത് മാറ്റം ഉണ്ടാവുന്നുണ്ട്. സോ 1991 ശേഷം we have seen സർവീസ് സെക്ടർ എന്ത് ചെയ്തു, വലിയ രീതിയിൽ വളർന്നു. അതുപോലെ ട്രേഡ് വലിയ രീതിയിൽ എക്സ്പാൻഡ് ചെയ്തു. അതുപോലെ വ്യവസായ മേഖല has not seen
much progress. So 1991 ശേഷം ഇപ്പൊ നോക്കുമ്പോഴായാലും വ്യവസായ മേഖല on an average 25 to 30 25 മുതൽ 30% വരെ വളർച്ചയിലാണ്, അല്ലെങ്കിൽ 30% വരെ കോൺട്രിബ്യൂഷൻ ആണ് GDP-യിൽ നൽകുന്നത്. സോ 25 to 30% is the contribution of industry sector in Indian economy എന്ന് കാണാം. സോ എന്താ ഒരു വലിയൊരു ഇംപ്രൂവ്മെന്റ്, വലിയൊരു ഇൻക്രീസ് ഉണ്ടായില്ലെന്ന് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ അഗ്രികൾച്ചർ മേഖല. സോ 1991 മുന്നേ നോക്കുമ്പോൾ അഗ്രികൾച്ചർ മേഖല വലിയൊരു സിഗ്നിഫിക്കന്റ് പ്ലെയർ ആയിരുന്നു നമ്മുടെ GDP കോൺട്രിബ്യൂഷനിൽ. എന്നാൽ അതിനുശേഷം എന്താ അതിന്റെ റിലവൻസ് കുറഞ്ഞു, അതിന്റെ കോൺട്രിബ്യൂഷൻ കുറഞ്ഞു, കോൺട്രിബ്യൂഷൻ GDP റെഡ്യൂസ് ചെയ്തു. അപ്പൊ നമ്മൾ കണ്ടു 1950 സമയത്ത് അഗ്രികൾച്ചർ സെക്ടർ കോൺട്രിബ്യൂട്ടഡ് അബൌട്ട് 50% ഓഫ് ഇന്ത്യസ് GDP. ഇന്ത്യൻ GDP-യുടെ 50%-ഓളം കാർഷിക മേഖല കോൺട്രിബ്യൂട്ട് ചെയ്തു. എന്നാൽ 91 ശേഷം എന്താണ്, സർവീസ് സെക്ടർ ആണ് ഗ്രോ ചെയ്യുന്നത്. കാർഷിക മേഖല വലിയിട്ട് ഇംപ്രൂവ് ചെയ്യുന്നുണ്ടോ? ഇല്ല. സോ ഇവിടെ നോക്കൂ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ദ 1991 റിഫോംസ് had caused a huge increase in the public investment എന്ന് വെച്ചാൽ തെറ്റാണ്. കാർഷിക മേഖലയിലേക്ക് വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഉണ്ടാവുന്നില്ല ഗവൺമെന്റ് ഭാഗത്തു നിന്ന്. അതുപോലെ വ്യവസായ മേഖല സ്ലോ ഡൗൺ ചെയ്തു. അതുപോലെ ലോവർ ഇൻവെസ്റ്റ്മെന്റ് ആണ് 91 ശേഷം. സോ യു ക്യാൻ സി ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ദെൻ തേർഡ് നോക്കൂ, പോസ്റ്റ് 1991 there was an increase in the inflow of foreign exchange reserve. സോ ഇന്ത്യയില് 1991 റിഫോംസ് ഉണ്ടാവാനായിട്ട് പ്രധാന കാരണം എന്താണ്? ഇന്ത്യയിലെ BOP ക്രൈസിസ് ആണ്, ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് ആണ്. നമ്മൾ പറഞ്ഞാണല്ലോ എന്താണ് BOP ക്രൈസിസ് ഉദ്ദേശിക്കുന്നത്. സോ എന്തായിരുന്നു 1991 സാമ്പത്തിക ക്രൈസിസ് നമ്മൾ പറഞ്ഞാണ്. മെയിൻ റീസൺ എന്തായിരുന്നു? ബിക്കോസ് ഓഫ് ദ ഫാൾ ഇൻ ദ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ആണ്. സോ ഞാൻ അന്ന് പറഞ്ഞിരുന്നു, ഐ വിൽ മെൻഷൻ ദ വാല്യൂ. സോ നോക്കുമ്പോൾ 1991 പീരീഡില് ഈ പറഞ്ഞ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് എന്ന് പറഞ്ഞാൽ 23,850 കോടിയായിട്ട് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് കുറഞ്ഞു. എന്നാൽ ഇപ്പൊ നോക്കുമ്പോൾ എന്താ വലിയൊരു ഇൻക്രീസ് കൊണ്ടിട്ടുണ്ട് പോസ്റ്റ് ദിസ് 1991 റിഫോം. സോ വി ക്യാൻ സി 1991 ശേഷം there was increase in the inflow of foreign exchange earnings. ഇന്ത്യയിലേക്കുള്ള ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് വർദ്ധിച്ചു. എന്ത് കാരണങ്ങൾ കൊണ്ടൊക്കെയാണ്? ഒന്ന് പറയുമ്പോൾ എക്സ്പോർട്ട്, ദെൻ അത് കഴിഞ്ഞ് ഇൻവെസ്റ്റ്മെന്റ്, FDI പോലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിലേക്ക് വന്നു. സോ 2 ശരിയാണ്, 3 ശരിയാണ്, 1 തെറ്റാണ്. ആൻസർ വിൽ ബി B, 2 and 3. Then consider the statement regarding 5-year plans. പറഞ്ഞോളൂ. നമുക്കിപ്പോ ഈ ന്യൂ ഇക്കണോമിക് പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന 5-year പ്ലാൻ ഏതാന്ന് ചോദിച്ചാൽ നമ്മുടെ ആൻസർ 1992-97 8th 5-year പ്ലാൻ അല്ലേ സാർ നമുക്ക് പറയാൻ പറ്റുന്നത്? അല്ല, ഏത് പ്ലാനാ സാർ ചോദിച്ചത്? എന്താണ് ഞാൻ ചോദിച്ചത്? നമുക്കിപ്പോ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ന്യൂ ഇക്കണോമിക് പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്ത 5-year പ്ലാൻ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 92-97 എന്ന് പറയാൻ പറ്റുമോ? ആനുവൽ പ്ലാൻ പീരീഡ് ആണ് സാർ. കാരണം നമ്മള് നോക്കുമ്പോ 1985 to 90 7th പ്ലാൻ ആണ്. അത് കഴിഞ്ഞ് 1990 to 92 we had annual plans. ഈ ടൈം പീരീഡിലാണ് എന്ത് നമ്മുടെ പുത്തൻ സാമ്പത്തിക നയം 1991 ന്യൂ ഇക്കണോമിക് പോളിസി വരുന്നത്. ആൻഡ് നേരത്തെ ചോദ്യം എന്തായിരുന്നു? ഏത് പ്ലാൻ ആണ് പുത്തൻ സാമ്പത്തിക നയം ശേഷം അല്ലെങ്കിൽ ന്യൂ എക്കണോമിക് പോളിസി ലോഞ്ച് ചെയ്ത ശേഷം ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ചോദ്യം. അതായിരുന്നു എന്ത് 8th പ്ലാൻ. നോക്കൂ, നമ്മൾ നേരത്തെ കണ്ടില്ലേ. സോ when I discuss this question, ഞാൻ പറഞ്ഞു ഏതായിരുന്നു ക്വസ്റ്റ്യൻ? 8th plan. The plan started its implementation after the launch of new economic policy എന്നാ പറഞ്ഞത്. സോ 8th പ്ലാൻ വരുന്ന എന്താ ടൈം പീരീഡ് 1992 ആണ്. അതിന് മുന്നേ തന്നെ എന്ത് വന്നു? ഈ പോളിസി ഗവൺമെന്റ് ഇംപ്ലിമെന്റ് സ്റ്റാർട്ട് ചെയ്തു. സോ ആനുവൽ പ്ലാൻ പീരീഡിലാണ് എന്ത് ഈ പറഞ്ഞ പുത്തൻ സാമ്പത്തിക നയം ഇന്ത്യ വന്നതെന്ന് വേണ്ടി വരും. ഓക്കെ സാർ. സാറേ, അത് അന്നേരം പ്രൈം മിനിസ്റ്റർ PV നരസിംഹറാവും പിന്നെ മറ്റേ അദ്ദേഹം മൻമോഹൻ സിംഗും ആയിരുന്നു സാറേ ആ സമയത്ത് ആനുവൽ പ്ലാൻ സമയത്തുള്ള? അതെ, ആനുവൽ പ്ലാൻ സമയത്ത് ആദ്യം നരസിംഹറാവു ആയിരുന്നില്ല, നമ്മുടെ VP സിംഗ് വരുന്നുണ്ട്, പിന്നെ ചന്ദ്രശേഖർ വരുന്നുണ്ട്, അത് കഴിഞ്ഞാണ് നരസിംഹറാവു വരുന്നത്. ആനുവൽ പ്ലാൻ പീരീഡില് 7th പ്ലാൻ കഴിഞ്ഞ് വി ക്യാൻ സി VP സിംഗ്, ചന്ദ്രശേഖർ, ദെൻ നരസിംഹറാവു.
അപ്പൊ നരസിംഹറാവു വന്ന ശേഷമാണ് എന്ത് ഈ പറഞ്ഞ 8th പ്ലാൻ വരുന്നത്. അതുപോലെ പുത്തൻ സാമ്പത്തിക നയം വരുന്നതും നരസിംഹറാവു പീരീഡിലാണ്. കാരണം മൻമോഹൻ സിംഗ് ഡ്രാഫ്റ്റ് ചെയ്തേ, മൻമോഹൻ സിംഗ് ആണ് ഈ പറഞ്ഞ പ്ലാൻ അനൗൺസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ആനുവൽ പ്ലാന്റെ അവസാന ഘട്ടത്തിലാണ് ഇവരെ വരുന്നത്. ഓക്കെ, അതെ അതെ. സോ ഓക്കെ സാറേ. Next, 7th plan. Consider the statements regarding 5-year plans. So, first statement. During the 4th 5-year plan, the first non-Congress government came to power at the center. ആണോ? ഫസ്റ്റ് നോൺ കോൺഗ്രസ് ഗവൺമെന്റ് വരുന്ന ഏതാണ്? ജനതാ പാർട്ടിയാണ്. നമ്മുടെ ജനതാ ഗവൺമെന്റ് ആണ്. 1977 നമ്മുടെ എമർജൻസിക്ക് ശേഷമാണ് ഈ ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത്. ആൻഡ് ഹിയർ യു ക്യാൻ സി ഇറ്റ് വാസ് നോട്ട് ഡ്യൂറിംഗ് ദ 4th 5-year plan, ഇറ്റ് വാസ് ഡ്യൂറിംഗ് ദ 5th പ്ലാനിലാണ്. 5th പ്ലാനിലാണ് നോൺ കോൺഗ്രസ് ഗവൺമെന്റ് വരുന്നത്. Then the last plan was 13th plan, which aims for faster, more inclusive and sustainable growth. So last പ്ലാന്റെ എയിം ശരിയാണ്, പക്ഷെ എന്താണ് 12 പ്ലാൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ 13th പ്ലാൻ എന്നുള്ള ഈ ഒരു പോർഷൻ തെറ്റാണ്. എയിം ശരിയാണ്, ഫാസ്റ്റർ, മോർ ഇൻക്ലൂസീവ്, സസ്റ്റൈനബിൾ ഗ്രോത്ത് ആണ്, പക്ഷെ 12th പ്ലാൻ ആണ് ലാസ്റ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ. സോ യു ക്യാൻ സി both statements are wrong, neither one nor two. Then consider the following statements regarding 5-year plans in India. The first one, the first 5-year plan, which was based on Harrow-Daman model, aimed for industrial development. ഇല്ല, നമ്മൾ കണ്ടതാണ്. ഫസ്റ്റ് പ്ലാനില് ഹറോ-ഡാമൻ മോഡൽ ആണ് ബേസിസ്. എന്താ? സേവിങ്സ് പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ ക്യാപിറ്റൽ റേഷ്യോ റാഷണലൈസ് ചെയ്യുക, അതുവഴി ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുക. പക്ഷെ കാർഷിക മേഖലയാണ് എന്ത് ടാർഗറ്റ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റ്. Then Mahalanobis model of growth and socialist pattern of society were adopted during the second plan. ശരിയാണ്, Mahalanobis model of growth and socialist pattern of society ആണ് സെക്കൻഡ് പ്ലാനിൽ ടാർഗറ്റ് ചെയ്യുന്നത്. Here you can see first statement തെറ്റ്, second is correct. So 2 only is the right answer. Then 9th question. What were the factors responsible for BOP crisis in India? So BOP crisis നയിച്ച factors ഏതൊക്കെയാണെന്നാണ്. Depletion of foreign exchange reserve. That was the main cause of the crisis. Breaking up of Soviet Union and termination of several rupee trade agreements. That is also correct. Then downgrading of India's credit rating by credit rating agencies. അതും ശരിയാണ്. So all these 3 factors were responsible for the BOP crisis in India. ഇന്ത്യയിലെ BOP ക്രൈസിസിന് കാരണമായ ഫാക്ടേഴ്സ് ആണ് ഇവ 3 എന്ന് കാണാൻ കഴിയും. So answer will be D, 1, 2 and 3. So some of factors നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ഈ പറഞ്ഞ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത്. സോ കീ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ യു ക്യാൻ ചെക്ക് ദ കീ ഇൻ ദ ഗ്രൂപ്പ്. അതേപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിനകത്ത്. സോ നിങ്ങൾ എല്ലാവരും നോക്കുക, നമ്മുടെ ടെലിഗ്രാം ചാനലിനകത്ത് നമ്മുടെ അഭ്യാസിന്റെ ടെസ്റ്റ് ക്വസ്റ്റ്യൻസും അതുപോലെ കീ അപ്ലോഡ് ചെയ്യാറുണ്ട്. അതുപോലെ ടെസ്റ്റ് ഡിസ്കഷനും അപ്ലോഡ് ചെയ്യാറുണ്ട്. അതുപോലെ നമ്മുടെ അതർ കണ്ടന്റ്സ് അതൊക്കെ എന്താ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ലിങ്ക് വഴി സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. Then 10th question. Which of the following bodies are non-constitutional, non-statutory bodies? So non-constitutional body എന്ന് പറഞ്ഞാൽ എന്താ? These are the bodies whose name or whose function is not mentioned in the constitution. നമ്മുടെ ഭരണഘടനയിൽ ആ ബോഡിയെ പറ്റി പ്രതിപാദിക്കത്തില്ല. അതായിരിക്കും നോൺ കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി. നോൺ സ്റ്റാറ്റ്യൂട്ടറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റ് പാസ്സാക്കുന്ന നിയമനിർമ്മാണ സഭയിൽ പാസ്സാക്കുന്ന ഒരു നിയമപ്രകാരവുമായിരിക്കില്ല ആ ബോഡി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. സോ ചോദ്യം താഴെന്നവയിൽ ഏതൊക്കെയാണ് നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ, നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്നാണ്. ഫസ്റ്റ് വൺ, നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ. എന്താണ്? ഇറ്റ്സ് എ നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ, നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. സോ
ഈ നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയുടെ പ്രത്യേകത സവിശേഷത എന്ന് പറയുമ്പോൾ ദേ ആർ ഫോംഡ് ബൈ എക്സിക്യൂട്ടീവ് റെസൊല്യൂഷൻ ഓഫ് ക്യാബിനറ്റ് ആയിരിക്കും. നമ്മുടെ കേന്ദ്ര മന്ത്രിസഭയുടെ ഒരു എക്സിക്യൂട്ടീവ് റെസൊല്യൂഷൻ വഴിയായിരിക്കും എന്ത് ഈ പറഞ്ഞ ബോഡി രൂപീകരിക്കുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ദെൻ സെക്കൻഡ്, പ്ലാനിംഗ് കമ്മീഷൻ, അതും എന്താണ് നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ദെൻ നീതി ആയോഗ്, അതും എന്താണ് നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. എന്നാൽ GST കൗൺസിൽ എന്താ ആർട്ടിക്കിൾ 279A ഓർമ്മയുണ്ടല്ലോ, പറഞ്ഞാണ് GST കൗൺസിൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി, ഭരണഘടനാ ബോഡിയാണ്. Then zonal council is not a constitutional body, but it is a statutory body. Zonal council എന്ന് പറയുമ്പോൾ ഇത് രൂപീകരിക്കുന്നത് എങ്ങനെയാണ്? ആസ് പെർ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട്. നമ്മുടെ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് പ്രകാരമാണ് ഈ പറഞ്ഞ സോണൽ കൗൺസിൽ രൂപീകരിക്കുന്നത്. അതുകൊണ്ട് സോണൽ കൗൺസിൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ചോദ്യം എന്താണ്? നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്നാണ്. സോ ആൻസർ വിൽ ബി 1, 2 and 4. 1 ഉണ്ട്, 2 ഉണ്ട്, then 4. C is the right answer. Then arrange the following events in correct sequence. ഓരോ ഇവന്റ്സും കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക? അറേഞ്ച് ചെയ്യുക എന്നാണ്, ഓർഡറിൽ അറേഞ്ച് ചെയ്യുക. ഫസ്റ്റ് വരുന്നത് ലോഞ്ച് ഓഫ് ഫസ്റ്റ് 5 year പ്ലാൻ ആണ്. 1951 വരുന്നത്. ദെൻ NTC വരുന്നത് 1952 ഓഗസ്റ്റിലാണ്. റോളിംഗ് പ്ലാൻ വരുന്നത് 1978 സമയത്താണ്. പ്ലാൻ ഹോളിഡേ വരുന്നത് 1966 ആണ്. സോ അങ്ങനെ വരും 2, അത് കഴിഞ്ഞ് 1, then 4, 3. 2, 1, 4, 3. D will be the right answer. Then which of the following indices or initiatives is or are associated with NITI AAYOG? സോ താഴെ തന്നവയില് ഏതൊക്കെ ഇൻഡീസസ് നീതി ആയോഗ് റിലീസ് ചെയ്യുന്നുണ്ട്, അല്ലെ നീതി ആയോഗ് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്? സോ SDG ഇന്ത്യ ഇൻഡെക്സ് ആരാണ്? നീതി ആയോഗ് ആണല്ലോ. കാരണം ഇന്ത്യ എത്രമാത്രം SDG ഗോൾസിന്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നുണ്ട് എന്ന് മെഷർ ചെയ്യുന്ന ഫംഗ്ഷൻ ആർക്ക് അസൈൻ ചെയ്തേക്കുന്നത്? നീതി ആയോഗിനാണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ദെൻ കോമ്പസിറ്റ് വാട്ടർ മാനേജ്മെന്റ് ഇൻഡെക്സ്, അതും ആരാ? നീതി ആയോഗാണ്. ഇന്ത്യ ഇന്നോവേഷൻ ഇൻഡെക്സ്, അതും ആരാ? നീതി ആയോഗാണ്. ദെൻ ഗുഡ് ഗവേണൻസ് ഇൻഡെക്സ്, ഞാൻ ക്ലാസ്സിൽ പറഞ്ഞാണോ അത്? ഇല്ല. സോ ഗുഡ് ഗവേണൻസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ആൻ ഇനിഷ്യേറ്റീവ് ഓഫ് നീതി ആയോഗ്, പക്ഷെ ഇത് റിലീസ് ചെയ്യുന്ന ആരാണ്? ഇറ്റ് ഈസ് റിലീസ്ഡ് ബൈ മിനിസ്ട്രി ഓഫ് പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസ് ആൻഡ് പെൻഷൻസ്. സോ മിനിസ്ട്രി ഓഫ് പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസ് ആൻഡ് പെൻഷൻ ആണ് ഗുഡ് ഗവേണൻസ് ഇൻഡെക്സ് റിലീസ് ചെയ്യുന്നത്. സോ 1, 2, 3 ഉണ്ട്, 4 ഇല്ല. സോ ആൻസർ വിൽ ബി B, 1, 2 and 3 only. Then 13th question. Which of the following is or are considered as the functions of NITI AAYOG? നീതി ആയോഗിന്റെ ഫങ്ഷൻസ് ആയിട്ട് പറയുന്ന ഫാക്ടർ എന്തൊക്കെയാണെന്ന്? ഡിസൈൻ പോളിസി ആൻഡ് പ്രോഗ്രാം ഫ്രെയിംവർക്ക് ആണല്ലോ. ഇപ്പൊ പോളിസി ഡ്രാഫ്റ്റ് ചെയ്യുന്നതിന്, അതുപോലെ പ്ലാൻസ് ഡ്രാഫ്റ്റ് ചെയ്യുന്നതിന് റോള് നീതി ആയോഗിനുണ്ട്. ദെൻ ഫോസ്റ്റർ കോപ്പറേറ്റീവ് ഫെഡറലിസം, ശരിയാണ്. നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിനും സെൻട്രൽ ഗവൺമെന്റിനും ഒരു പങ്കാളിത്തമുണ്ട് നീതി ആയോഗില്, പ്രത്യേകിച്ച് നീതി ആയോഗിന്റെ സുപ്രീം ഡിസിഷൻ മേക്കിംഗ് ബോഡിയായ ഗവേണിംഗ് കൗൺസിലില്. Then monitoring and evaluation. NITI AAYOG is continuously evaluating, continuously monitoring the performance of states and government. So third ഉണ്ട്. Then fourth, think tank and knowledge and innovation hub. തീർച്ചയായും think tank ആണ്. So 1, 2, 3 and 4. All of these are the functions of NITI AAYOG. എല്ലാം നീതി ആയോഗിന്റെ ഫങ്ഷൻസ് ആണ്. 14th question. Which of the following has or have occurred in India after liberalization? So 1991 ശേഷം നടന്ന ഇവന്റ്സ് ആണ്, ചേഞ്ചസ് ആണ് ചോദിച്ചേക്കുന്നത്. The first one, the share of industry sector in GDP increased enormously. GDP-യിലുള്ള വ്യവസായ മേഖലയുടെ ഷെയർ ഇനോമസ് ആയിട്ട് കൂടി എന്നാണ് പറഞ്ഞത്. സോ ഇതൊരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ്സ് ആണ്. സോ ഇനോമസ്ലി കൂടി എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ്
റോങ്. നമ്മൾ കണ്ടു 1991 ശേഷം 2023 എടുക്കുമ്പോൾ 25-30 എന്ന രീതിയിലാണ് ഷെയർ വ്യവസായ മേഖലയ്ക്ക് GDP കോൺട്രിബ്യൂഷൻ വരുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സെക്കൻഡ്, there was devaluation of Indian rupee with respect to dollar. ശരിയാണ്. സോ 1991 റിഫോം മുന്നേറ്റ് വി ആർ അപ്രോച്ച് IMF, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിനെ അപ്രോച്ച് ചെയ്യുന്നു. സോ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിനെ അപ്രോച്ച് ചെയ്യുന്നതിന് വേണ്ടിയാണ് ടു ഗെറ്റ് ദ ഫോറിൻ കറൻസി റിസർവ്. ഇന്ത്യക്ക് ഫോറിൻ കറൻസി വലിയ ഡിപ്ലീറ്റ് ചെയ്തു. 2 ആഴ്ചത്തേക്കുള്ള ഇമ്പോർട്ട് ബില്ലിന്റെ പേയ്മെന്റ് നടത്താൻ വേണ്ടിയുള്ള റിസർവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വി ഓൺലി ഹാഡ് എ റിസർവ് ഓഫ് അപ് ടു 2 week ഇമ്പോർട്ട് ബിൽ, അല്ല ഫോർ പേയിങ് 2 week ഇമ്പോർട്ട് ബിൽ. ആൻഡ് അതുകൊണ്ട് തന്നെ നമ്മൾ IMF അപ്രോച്ച് ചെയ്തു. IMF പറഞ്ഞു വിൽ ഗീവ് യു ലോൺ ബട്ട് യു ഹാവ് ടു പെർഫോം സം റിഫോംസ് ഇൻ ദ എക്കണോമി. അങ്ങനെ പറഞ്ഞൊരു റിഫോം ആയിരുന്നു ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിക്കുക എന്നുള്ളത്. സോ ഡോളറുമായി ചേർക്കുമ്പോൾ, ഡോളറുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യൻ രൂപ ഡീവാലുവേറ്റ് ചെയ്യാനായിട്ട് IMF ഇന്ത്യയോട് ആഹ്വാനം ചെയ്തു. ആൻഡ് പ്രയർ ടു ദിസ്, ഈ പറഞ്ഞ 1991 മുന്നേ നോക്കുമ്പോൾ നമ്മുടെ എക്കണോമിയിൽ മാനേജ് ഫ്ലോട്ടിംഗ് ആയിരുന്നില്ല, ഒരു ഫിക്സഡ് ഫ്ലോട്ടിംഗ് രീതിയിലൊക്കെ പലപ്പോഴും പോയിരുന്നു. എന്നാൽ 91 ശേഷമാണ് നമ്മൾ ഈ പറഞ്ഞ ഒരു മാനേജ് ഫ്ലോട്ടിംഗ് എന്ന രീതിയിലേക്ക് മാറുന്നത്. ഇതെന്താണ് ഈ പറഞ്ഞ കറൻസി ഫ്ലോട്ടിംഗ് ഓർമ്മയുണ്ടല്ലോ, ഫ്ലോട്ടിംഗ്, ഫിക്സഡ്, മാനേജ് ഫ്ലോട്ടിംഗ്. വി ആർ ഡിസ്കസ്ഡ് ഇൻ ദ എക്സ്ചേഞ്ച് റേറ്റ് മെക്കാനിസം ഇൻ എക്സ്റ്റേണൽ സെക്ടർ. സോ അതിൽ ഫ്ലോട്ടിംഗ് എന്ന് പറയുമ്പോൾ ഒരു കറൻസി മറ്റൊരു കറൻസിയുമായിട്ടുള്ള എക്സ്ചേഞ്ച് റേറ്റ് തീരുമാനിക്കുന്നത് ഫ്രീ ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ മാർക്കറ്റ് ഫാക്ടേഴ്സ് ആയിരിക്കും. സോ ഡിമാൻഡ് ആൻഡ് സപ്ലൈ, ദ മാർക്കറ്റ് ഫാക്ടേഴ്സ് വിൽ ഡിറ്റർമൈൻ ദ എക്സ്ചേഞ്ച് റേറ്റ് ഓഫ് 2 different കറൻസി. അതാണ് ഈ ഫ്ലോട്ടിംഗ് മെക്കാനിസം. സോ ഈ പറഞ്ഞ ഇന്ത്യയില് ഫ്ലോട്ടിംഗ് മെക്കാനിസത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഗവൺമെന്റ് എക്സ്പോർട്ട് പ്രൊമോട്ട് ചെയ്യാനായിട്ട്, ഇന്ത്യയിൽ നിന്നുള്ള എക്സ്പോർട്ട് പ്രൊമോട്ട് ചെയ്യുക, അതുവഴി ഫോറിൻ എക്സ്ചേഞ്ച് ഏർണിങ്സ് വർദ്ധിപ്പിക്കുക. ആ ഉദ്ദേശത്തിൽ ഈ പറഞ്ഞ കറൻസിയുടെ വാല്യൂ ഇടിക്കുന്നുണ്ട്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ദെൻ ഇന്ത്യസ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഇൻക്രീസ്ഡ് ഇനോമസ്ലി. ശരിയാണ്. നമ്മൾ കണ്ടു 1991 ഇറ്റ് ഈസ് സെഡ് ദാറ്റ് നമ്മുടെ എക്കണോമിയിൽ ഉണ്ടായിരുന്ന ഫോറിൻ റിസർവ് എന്ന് പറഞ്ഞാൽ 23,850 കോടി മാത്രമായിരുന്നു. അത് 21.37 lakh crore ആയിട്ട് 2015 ആയപ്പോൾ കൂടുന്നുണ്ട്. വിച്ച് മീൻസ് ഒരു ഇനോമസ് ഇൻക്രീസ്, ഒരു വലിയൊരു ഇൻക്രീസ് ഇന്ത്യയുടെ ഫോറിൻ കറൻസി റിസർവില് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ യു ക്യാൻ സി നമ്മുടെ കറൻസി ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് ആവുന്നു. അതിന്റെ ഭാഗമായിട്ട് ദർ ഈസ് നമ്മുടെ രൂപയുടെ വാല്യൂ ഇടിയുന്നുണ്ട്. അതുപോലെ 91 നമ്മൾ ഇടിക്കുന്നുണ്ട്. സോ ആൻസർ നോക്കുമ്പോൾ 2 ഉണ്ട്, 3 ഉണ്ട്. ആൻസർ വിൽ ബി C, 2 and 3 only. Then 15th question. So ഞാനൊന്ന് ചാർജ് ചെയ്യട്ടെ, ഒരു മിനിറ്റ്. Fifteenth question. Consider the following statement regarding 5-year plans in India. 10th plan has achieved the highest average growth rate among all the 5-year plans. അല്ല, 10th plan അല്ല, 11th plan ആണ്. ഞാൻ അടുത്ത പറഞ്ഞതാണ് 11th പ്ലാനിലാണ് ഏറ്റവും ഹയസ്റ്റ് ആവറേജ് ഗ്രോത്ത് റേറ്റ് ഉണ്ടാവുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റ്. 8th plan was launched after the adoption of new economic reforms in India. അതല്ലോ 8th plan ആണ് LPG റിഫോംസിന് ശേഷം വരുന്നത്. Then demonetization of currencies 1,000, 5,000 and 10,000 occurs during the 4th plan period. അല്ല, 4th plan period അല്ല, മറിച്ച് നമ്മുടെ ജനതാ ഗവൺമെന്റ് സമയത്ത് ആണ് ഈ ഒരു ഡിമോണിറ്റൈസേഷൻ നടക്കുന്നത്. സോ 1978 സമയത്താണ് വരുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, തേർഡ് തെറ്റാണ്. സോ ആൻസർ വിൽ ബി C, 2 and 3 only. Sorry, 2 only. 2 and 3, 2 only.
ആൻസർ വിൽ ബി സി 2 only. ഫസ്റ്റ് തെറ്റാണ്, 3 തെറ്റാണ്, 2 മാത്രം ശരി. Then 16th, consider the following statements. The General Secretary of National Planning Committee established during 1938 session of INC was A.T. Shah. ശരിയാണ്. നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി 1938 സെഷനിലാണ് രൂപീകരിക്കുന്നത്. അതിന് ചെയർമാൻ ആരായിരുന്നു? ചെയർമാൻ ഓഫ് നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി നെഹ്റു ആണ്. ജനറൽ സെക്രട്ടറി വാസ് A.T. Shah. സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു ആ സമയത്തെ INC പ്രസിഡന്റ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. Then Sarvodaya plan was proponed by Vinoba Bhave based on the ideals of Gandhiji. അല്ലല്ലോ, സർവോദയ പ്ലാൻ ആരാ? JP ആണ്, ജയപ്രകാശ് നാരായൺ ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റ്. ഗാന്ധിയൻ പ്ലാൻ വാസ് ഡ്രാഫ്റ്റഡ് ബൈ SN അഗർവാൾ. ശരിയാണല്ലോ, ശ്രീമൻ നാരായൺ അഗർവാൾ ആണ് ഗാന്ധിയൻ പ്ലാൻ ഡ്രാഫ്റ്റ് ചെയ്യുന്നത്. സോ 1 ശരിയാണ്, 3 ശരിയാണ്. സോ 1 and 3 only. Then among the achievements of economic planning in India, we may include which of the following? So this is a previous KAS prelims question ആണ്. നമ്മുടെ KASന്റെ prelims ലെവലില് സപ്ലിമെന്ററി KAS എക്സാം ഉണ്ടായിരുന്നല്ലോ. സ്ട്രീം 3-ലെ കുറച്ച് പേർക്കായിട്ട് സപ്ലിമെന്ററി എക്സാം ഉണ്ടായിരുന്നു. സോ KASന്റെ സപ്ലിമെന്ററി പ്രിലിംസ് എക്സാമിൽ നടന്ന സപ്ലിമെന്ററി പ്രിലിംസ് എക്സാമിൽ ചോദിച്ച ഒരു ചോദ്യമായിരുന്നു ഇത്. നമ്മുടെ 5 year പ്ലാൻസിന്റെ അച്ചീവ്മെന്റ്സിൽ ഏതൊക്കെ ഉൾപ്പെടുത്താം എന്നുള്ളത്. ഫസ്റ്റ്, ഹൈ ഗ്രോത്ത് ഓഫ് നാഷണൽ ഇൻകം. ശരിയാണ്. 1951 മുതൽ 2017 വരെ അസസ് ചെയ്യുമ്പോൾ നമ്മുടെ ദേശീയ വരുമാനത്തിൽ ഒരു വർധന നമുക്ക് കാണാൻ കഴിയും. ഒരു പുവർ കൺട്രിയിൽ നിന്ന് ഒരു ഡെവലപ്പിംഗ് കൺട്രിയിലേക്ക് ഇന്ത്യ കുതിച്ചു വരുന്നതായിട്ട് കാണാം. അതുപോലെ ഡെവലപ്മെന്റ് ഓഫ് സ്ട്രോങ് ഇൻഫ്രാസ്ട്രക്ചർ, അതും ശരിയാണ്. നമ്മുടെ ഇൻഡസ്ട്രിയലൈസേഷനും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ എന്താ ഇംപ്രൂവ് ആവുന്നുണ്ട് ഡ്യൂറിംഗ് ദിസ് പ്ലാൻ പീരീഡ്. സോ 1 ശരിയാണ്, 3 ശരിയാണ്. 2 നോക്കൂ, ഹൈ കൺട്രോൾ ഓവർ റീറ്റെയിൽ പ്രൈസസ്. നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ വിലയിൽ വലിയൊരു കൺട്രോൾ ഉണ്ടായി. അങ്ങനെ ആയിരുന്നില്ല. നമ്മൾ കണ്ടു when there was the transformation of economy, നമ്മുടെ എക്കണോമി ട്രാൻസ്ഫോം ചെയ്യുന്നതനുസരിച്ച് പ്രൈസ് ലെവലും എന്തുണ്ട്, മാറ്റം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ നമ്മൾ കേട്ട് കാണും, പണ്ട് കാലത്തൊക്കെ നമ്മുടെ അപ്പൂപ്പനമ്മമാരൊക്കെ പറയും അവരുടെ കുട്ടിക്കാലത്ത് 1 രൂപ അല്ലെങ്കിൽ 1 അണ അതിനൊക്കെ അത്ര ഉള്ളായിരുന്നു പല കാര്യങ്ങൾക്കും. ഈ പറഞ്ഞ സ്വർണ്ണം വാങ്ങാനും എന്താ വളരെ തുച്ഛമായ പൈസ ഉള്ളായിരുന്നു. അതിനിപ്പോ നിങ്ങൾ കണ്ടു കാണും റെക്കോർഡ് ഇതിലാണ് സ്വർണത്തിന്റെ വില നിൽക്കുന്നത്. 47,000 50,000 ഒക്കെ. തന്ന കാലത്ത് 500 800 ഒക്കെ ഉള്ളൂ ഒരു പവൻ സ്വർണത്തിന്. സോ റീറ്റെയിൽ പ്രൈസിൽ ഒരു കൺട്രോള് പൂർണ്ണമായിട്ട് ഉണ്ടാകാണ്ട് കഴിയുന്നില്ല. സോ 1 ശരിയാണ്, 3 ശരിയാണ്. ആൻസർ വിൽ ബി B 1 3 only. Consider the correct, state the correct answer ആണ്. ഇത് ഒരു പ്രീവിയസ് KS ക്വസ്റ്റ്യൻ ആണ്. A unique objective of 8th plan. 8th പ്ലാനിന്റെ ഒരു യുണീക്ക് ഒബ്ജക്റ്റീവ് എന്താ നോക്കുമ്പോൾ നമ്മൾ കണ്ടതാണത്. സോ 8th പ്ലാനിന്റെ മെയിൻ ഫോക്കസ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ആണ്. എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെന്റ്, ഹെൽത്ത് എന്നിവയ്ക്ക് പ്രത്യേക ഫോക്കസ് 8th പ്ലാൻ നൽകുന്നുണ്ട്. ആൻഡ് അതില് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു, one of the unique objective of 8th plan എന്ന് പറഞ്ഞാൽ it is universalization of elementary education and thereby eradicating illiteracy in the age group 15 to 35. So B ആണ് ആൻസർ. ബാക്കിയൊന്നുമല്ല യൂണിക് ഒബ്ജക്റ്റീവ്. The unique objective is B. Then with reference to Harrod-Domer model, consider the following statements. The national income of an economy is directly proportional to savings ratio. ആണല്ലോ, ഒരു കൺട്രിയുടെ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു the rate of growth of a country എന്ന് പറഞ്ഞാൽ it is directly proportional to savings rate and inversely proportional to capital output ratio. So first statement ശരിയാണ്. Second, higher the capital output ratio, higher will be the GDP. ആണോ? capital output ratio കൂടിക്കഴിഞ്ഞാൽ എന്ത് കുറയും? GDP ഗ്രോത്ത് താഴോട്ട് പോകും. capital output ratio കുറഞ്ഞു കഴിഞ്ഞാൽ GDP കൂടും. സോ capital output ratioയും GDP തമ്മിൽ എന്താ ഒരു ഇൻവേഴ്സ് റിലേഷൻ ആണ്. സോ ഹയർ ദ capital output ratio, lower will be the GDP ആയിരിക്കും. സോ 1 ശരിയാണ്, 2 തെറ്റാണ്. ആൻസർ വിൽ ബി 1 only.
A. Then consider the following statement regarding 5-year plans in India. No plan period in India has achieved an average GDP growth of about 10%. 10% മേലെ ആവറേജ് ഗ്രോത്ത് റേറ്റ് ഒരു പ്ലാനിലും ഉണ്ടായിട്ടില്ല. ശരിയാണ്. 10% above ഗ്രോത്ത് ഒരു പ്ലാനിലും ഉണ്ടാകുന്നതായിട്ട് കാണാൻ കഴിയില്ല. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. During the 5th 5-year plan, the first non-Congress government came at the center. That is also correct. The last plan was 13th plan. കണ്ടോ ഇവിടെ 13th plan അല്ല 12th plan ആണ്. 1 ശരിയാണ്, 2 ശരിയാണ്. So A is the right answer. Then which of the following statements is or are correct about NITI AAYOG? This is also a previous KAS prelims question. The KAS in the മുൻകാലത്തിലെ ചോദ്യമാണ്. The aim of NITI AAYOG is to achieve SDG and to enhance cooperative federalism in the country. ശരിയാണല്ലോ. നീതി ആയോഗിന്റെ മെയിൻ എയിം എന്തായിരുന്നു? ഈ പറഞ്ഞ SDG അച്ചീവ് ചെയ്യുക, അതേപോലെ കോപ്പറേറ്റീവ് ഫെഡറലിസം പ്രൊമോട്ട് ചെയ്യുക. Then Prime Minister of India is the ex-officio chairman of NITI AAYOG. That is also correct. Prime Minister of India ആണ് നീതി ആയോഗിന്റെ ex-officio chairman. Then there are 8 full-time members in the NITI AAYOG. 8 പേരില്ല, 4 പേരേ ഉള്ളൂ. So here you can see the full-time organization framework നോക്കുമ്പോൾ 4 full-time members, അതുപോലെ മാക്സിമം ഓഫ് 2 പാർട്ടി മെമ്പേഴ്സ്. ഇത് കൂടാതെ എക്സ് മെമ്പേഴ്സ് ആയിട്ട് 4 മെമ്പേഴ്സ് ഓഫ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും കാണും. സോ ആൻസർ എന്താ? 1 and 2. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, സെക്കൻഡ് ശരിയാണ്, തേർഡ് ഈസ് റോങ്. D is the right answer. Then which one of the following 5-year plan recognized human development as the core of all development efforts? So human resource development പ്രധാനമായ ലക്ഷ്യം വെച്ച പ്ലാൻ ഏതായിരുന്നു? 8th പ്ലാൻ ആണ്. ഇതൊരു പ്രീവിയസ് UPSC ക്വസ്റ്റൻ ആണ്. So answer is 8th plan. Its main focus was human resource development. So D is the right answer. Then the 6th and the 8th plan covered the period 1980-85 and 1992-97 respectively. The 7th plan covered the period. ഇതും പറയട്ടെ, ഒരു പ്രീവിയസ് UPSC ക്വസ്റ്റൻ ആണ് കേട്ടോ. 2010 ചോദ്യമാണ്. എന്താ ചോദിച്ചിരിക്കുന്നത്? 6th പ്ലാന്റെയും 8th പ്ലാന്റിന്റെ ടൈം തന്നു. 7th പ്ലാൻ ടൈമിൽ എന്താണ്? സോ ഇതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ the candidate must be aware about the break in the planning process. പ്ലാനിംഗ് പ്രോസസ്സിൽ ഉണ്ടായ ബ്രേക്കിനെ പറ്റി അവെയർ ആയിരിക്കണം. 1990ക്കും 92നും ഇടയിൽ എന്നുണ്ടായിരുന്നു? there was annual plan. അതുപോലെ ഈ പറഞ്ഞ 1985 കഴിഞ്ഞ് ഒരു ബ്രേക്ക് ഇല്ല, നെക്സ്റ്റ് പ്ലാൻ വരുന്നു രാജീവ് ഗാന്ധി സമയത്ത്, അത് കഴിഞ്ഞാണ് ബ്രേക്ക് വരുന്നത്. ആ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം, അതാണ് ഉദ്ദേശിക്കുന്നത്. സോ 7th പ്ലാൻ ടൈം പീരീഡ് 1985 to 90 ആണ്. So C. Then with reference to India's 5-year plan, which of the following statements is or are correct? From the second 5-year plan, there was a determined thrust towards substitution of basic and capital good industries. So നേരത്തെ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത ഉൽപ്പന്നങ്ങളൊക്കെ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ സെക്കൻഡ് പ്ലാനിൽ, തേർഡ് പ്ലാനിലാണ് ആ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നത്. സെക്കൻഡ് പ്ലാൻ നോക്കുമ്പോൾ ബേസിക് ആൻഡ് ക്യാപിറ്റൽ ഗുഡ് ഇൻഡസ്ട്രീസ് അത് എന്ത് ചെയ്യുക, അത് ഇന്ത്യയിലെ നിർമ്മിക്കുക, അല്ലെങ്കിൽ കൂടുതൽ എന്ത് ചെയ്യുക, എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നൊരു ഐഡിയ വരുന്നുണ്ട്. സോ സെക്കൻഡ് പ്ലാൻ യു ക്യാൻ സി there was a determined thrust towards substitution of basic and capital good industries. നമ്മുടെ ഗവൺമെന്റ് ഇനിഷ്യേറ്റീവില്, സർക്കാരിന്റെ തന്നെ ഇനിഷ്യേറ്റീവില് ഹെവി ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ ബേസിക് ഇൻഡസ്ട്രീസ് ഒക്കെ എന്ത് ചെയ്യുക, എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ഗവൺമെന്റ് ഇനിഷ്യേറ്റ് ചെയ്യുന്നു. ആൻഡ് തേർഡ് പ്ലാൻ മുതൽ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷനും വരുന്നുണ്ട്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. Then fourth plan adopted the objective of correcting the earlier trend of increased concentration of wealth and economic power. So fourth plan time period ഓർമ്മയുണ്ടോ? 1969 to 74 ആണ്. സോ ഈ ഒരു സമയത്ത് നടക്കുന്ന 2 ഇവന്റ്സ് പറയാം. ഒന്ന് നാഷണലൈസേഷൻ ഓഫ് ബാങ്ക്സ് ആണ്. അതേപോലെ തന്നെ ഈ ഒരു ടൈം പീരീഡിലാണ് MRTP, മോണോപ്പൊളിസ്റ്റിക് ആൻഡ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസ് ആക്ട് ഗവൺമെന്റ് കൊണ്ടുവരുന്നത്.
സോ ഈ MRTP ആക്ട് വരുന്ന സമയത്താണ് ഈ പറഞ്ഞ ഫോർത്ത് പ്ലാൻ ബില്ലാണ്. സോ MRTP ആക്ട് ആയാലും അതുപോലെ തന്നെ നാഷണൽ ബാങ്ക് ആയാലും ഇത് രണ്ടും എന്താണ് എയിം ചെയ്യുന്നത്? കുറച്ചു പേരിലേക്ക് മാത്രം വെൽത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പാടില്ല, അത് അക്യുമുലേറ്റ് ചെയ്യാൻ പാടില്ല. There should be equity in the distribution of wealth and economic power. So അതിന്റെ ഭാഗമായിട്ട് MRTP നാഷണലൈസേഷൻ വരുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ഫോർത്ത് പ്ലാൻ എന്ന് പറയാം. സോ സെക്കൻഡ് ശരിയാണ്. ദെൻ തേർഡ് നോക്കൂ. ഇൻ ദ ഫിഫ്ത്ത് 5-year plan, for the first time, financial sector was included as integral part of the plan. അല്ല, ഫിഫ്ത്ത് പ്ലാനിന്റെ ഫോക്കസ് എന്തായിരുന്നു? The main focus, achievement of self-reliance and ഗരീബി ഹട്ടാവോ, പോവർട്ടി എറാഡിക്കേഷൻ ആയിരുന്നു എന്ത് ഫിഫ്ത്ത് പ്ലാന്റെ മെയിൻ ഫോക്കസ്. ഈ പറഞ്ഞ ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസ് വരുന്നൊക്കെ എപ്പോഴാണ്? എയ്ത്ത് പ്ലാൻ സമയത്താണ്. എയ്ത്ത് പ്ലാൻ പീരീഡിലാണ് there was a focus on reforming financial sector. കാരണം ആ സമയത്ത് നരസിംഹറാവു അല്ല, നമ്മുടെ നരസിംഹം കമ്മിറ്റി ആ സമയത്ത് വരുന്നുണ്ട്. 1992 സമയത്തും 97 സമയത്തൊക്കെ. സോ ഫിനാൻസ് സെക്ടർ റിഫോംസ് വരുന്നത് എയ്ത്ത് പ്ലാൻ പീരീഡിലാണ്. ഇറ്റ് വാസ് നോട്ട് ഡ്യൂറിംഗ് ദ ഫിഫ്ത്ത് പ്ലാൻ. സോ ഞാൻ സ്ലൈഡ് നോട്ട് തന്നിട്ടുണ്ട് ഈ ഒരു എയ്ത്ത് പ്ലാനിലെ മേജർ ഇവന്റ്സ് പറയുമ്പോൾ ഫോക്കസ്ഡ് ഓൺ ഫിനാൻസ് സെക്ടർ റിഫോംസ്. സോ 1 ഉണ്ട്, 2 ഉണ്ട്, തേർഡ് ഇല്ല. സോ A 1 and 2 only. Then 24. Then 24. Last question. Inclusive growth, as enunciated in the 11th 5-year plan, does not include one of the following. നമ്മുടെ 11th പ്ലാനിൽ ഉൾപ്പെടാത്ത കാര്യം എന്താണെന്നാണ്? റിഡക്ഷൻ ഓഫ് പോവർട്ടി, എക്സ്റ്റൻഷൻ ഓഫ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി, റിഡക്ഷൻ ഓഫ് ജെൻഡർ ഇനിക്വാലിറ്റി. കാരണം നമ്മള് 11th പ്ലാനിന്റെ മെയിൻ ഫോക്കസ് എന്തായിരുന്നു? ഇൻക്ലൂസീവ് ഗ്രോത്ത് ആണ്. ഫാസ്റ്റർ ആൻഡ് മോർ ഇൻക്ലൂസീവ് ഗ്രോത്ത് ആണ്. ആൻഡ് ഹിയർ യു ക്യാൻ സി 1, 2, 3 ഇവ മൂന്നും എന്താണ് 11th പ്ലാനിന്റെ ഫോക്കസ് ആണ്. സ്ട്രെങ്തനിങ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്, അത് 11th പ്ലാനിന്റെ ഫോക്കസ് ആയിരുന്നില്ല. മൂലധന വിപണി സ്ട്രെങ്തൻ ചെയ്യുക എന്ന് 11th പ്ലാൻ എയിം ചെയ്യുന്നില്ല. സോ ആൻസർ എന്താ? സി ആണ്. ഈസ് നോട്ട് ഇൻക്ലൂഡഡ് അണ്ടർ ദ 11th പ്ലാൻ എന്ന് നമുക്ക് കാണാം. So that's all about the Abhyas 9. It was about the economic planning in India. Clear ആണോ? ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും? ഇല്ലേ? നമുക്ക് ഈ ഒരു ടോപ്പിക് എൻഡ് ചെയ്യാം.